ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സാമ്പത്തിക മേഖലയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരു വേള ഉമ്മത്ത് മുസ്ലിമ റജബ് മാസം അവസാനിച്ച് ശഅബാനിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. അഥവാ ഏറെ കവിഞ്ഞാൽ 27 28 ദിവസങ്ങൾ മാത്രം അള്ളാഹുവിന്റെ മാസമായ വിശുദ്ധ റമദാനിലേക്ക് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചാൽ ആയുസ്സും ആരോഗ്യവും ലഭിച്ചാൽ വിശുദ്ധ റമദാനിലേക്ക് നാം പ്രവേശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണഗതിയിൽ വിശുദ്ധ റമദാനിന്റെ തൊട്ട് മുൻപുള്ള ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ആത്മീയമായ ഔന്നത്യവും നമ്മുടെ കർമ്മങ്ങളുടെ ശുദ്ധീകരണവും നമ്മുടെ മനസ്സിന്റെ ധൈര്യവും ഒക്കെ കൊണ്ടുവരാൻ വിശുദ്ധ റമദാനിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില ഉത്ബോധനങ്ങളാണ് നാം ഒക്കെയും സ്ഥിരമായി നടത്തുകയും കേൾക്കുകയും ചെയ്യാറുള്ളത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ സക്കാത്ത്, സദഖ, അൻഫിഖൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്ന ഇൻഫാഖുമായി ബന്ധപ്പെട്ട വിഷയം വിശുദ്ധ റമദാനിന്റെ ഇടയിലാണ് സാധാരണ ഓർമ്മപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിന്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നാം പല വിഷയങ്ങളെ കുറിച്ചും അശ്രദ്ധരാകുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിക്കൊണ്ടുവരും. ലോക മുസ്ലിം സമൂഹം ഏതെല്ലാം വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ടോ അതൊരു പക്ഷേ പ്രാദേശികമായോ അന്തർദേശീയ തലങ്ങളിലോ ഒക്കെ സംഭവിച്ചേക്കാം. അങ്ങനെ ആഗോളതലത്തിൽ മുസ്ലിം സമൂഹം പലപ്പോഴും വിസ്മൃതിയിലേക്ക് മാറ്റിവെക്കുന്ന പല വിഷയങ്ങളെയും വേറെ പല സംവിധാനങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടുവരും. അത് പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തമായ തലങ്ങളിൽ അക്കാദമികമായ നിലവാരത്തിലും വൈകാരികമായ നിലവാരത്തിലും വൈജ്ഞാനികമായ സുചിന്തിതമായ ഇടപെടലുകളോടുകൂടിയുമുള്ള ചർച്ചകളുണ്ടാകും. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം 5 തൂണുകളിൽ അല്ലെങ്കിൽ 5 തൂണുകളിൽ നാട്ടി നിർത്തപ്പെട്ട ഒരു കെട്ടിടം പോലെയാണ്. എന്തൊക്കെയാണ് 5 തൂണുകൾ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോരുത്തരുടെയും മദ്രസ ജീവിതം ആരംഭിച്ച ഏറ്റവും ആദ്യഘട്ടത്തിൽ മനഃപ്പാഠമാക്കി വെച്ചിട്ടുള്ള ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാകുന്നു. ഷഹാദത്ത് കലിമകൾ 2 അർത്ഥമറിഞ്ഞ് ഉച്ചരിക്കലും, നമസ്കാരം നിലനിർത്തലും, സക്കാത്ത് നൽകലും, വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനവും, സാധ്യമാകുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കലും. ഇതിലെന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളത് എന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നാം. പക്ഷെ ഈ വിഷയത്തിന് അല്ലെങ്കിൽ ഇസ്ലാം നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ള ഈ 5 തൂണുകൾ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും കാമ്പും കാതലും ഊർജവും പകരുന്ന ഒന്നാണ്. ബാക്കി ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ ഒരു സംവിധാനം ഈ 5 തൂണുകളുടെ മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള, ചേരുവകൾ ചേർക്കപ്പെട്ടിട്ടുള്ള, കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ചില സങ്കേതങ്ങളാണ്.
അഥവാ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ഏതാനും ചില ആരാധനാകർമ്മങ്ങളെ നാട്ടി നിർത്തിയിട്ടുള്ള ആ ആരാധനാകർമ്മങ്ങളെ മനോഹരമായ ജീവിതം കൊണ്ട് പരസ്പരം ഘടിപ്പിച്ചിട്ടുള്ള സുന്ദരമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ അതിന്റെ മൂന്നാമത്തെ തൂൺ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ തൂണുകൾ നാട്ടി നിർത്തിയിട്ടുള്ള അതിന്റെ മേൽക്കൂര എന്താണ് എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് ജിഹാദാണ്. ജിഹാദും ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് അതിനെ വിശദീകരിക്കും. നമ്മളൊക്കെയും ജിഹാദിനെ കുറിച്ച് മറന്നുപോയ ഒരു സാഹചര്യത്തിൽ ജിഹാദ് എന്നുള്ള പദപ്രയോഗങ്ങൾ ഇസ്ലാം വിമർശകർ തന്നെ ഉന്നയിച്ചുകൊണ്ട് ലവ് ജിഹാദ് മുതൽ നാർക്കോട്ടിക് ജിഹാദ് വരെയുള്ള ഏതാണ്ട് 1/2 ഡസനോളം ജിഹാദുകൾ ഓരോന്നും പേരെടുത്ത് വിശദീകരിക്കേണ്ടതില്ല. കാരണം അത് ഉത്ബുദ്ധരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് നമ്മൾ. അപ്പൊ ലവ് ജിഹാദ് മുതൽ നാർക്കോട്ടിക് ജിഹാദ് വരെയുള്ള ഒരുപാട് ജിഹാദുകൾ ഇങ്ങനെ ഇസ്ലാം വിമർശകർ ഉന്നയിച്ചപ്പോൾ ഇസ്ലാമിന്റെ ജിഹാദി സങ്കല്പം എന്ത് എന്നതിനെ കുറിച്ച് അനിവാര്യമായും ലോകത്ത് ചർച്ച ചെയ്യേണ്ടി വന്നു. ഇസ്ലാമിലെ ജിഹാദ് മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്, ജീവിപ്പിക്കാനുള്ളതാണ്, സമാധാനം സ്ഥാപിക്കാനുള്ളതാണ് എന്ന അതിന്റെ മൂർത്തമായ തലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കേണ്ടി വന്നു. ജിഹാദ് മാത്രമല്ല, കാഫിർ എന്ന പദം, കുഫ്ർ എന്ന പദം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായപ്പോൾ എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലുള്ള കുഫ്ർ എന്നും ആരാണ് കാഫിർ എന്നും വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിക സമൂഹത്തെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഓരോ സാങ്കേതിക പദങ്ങളും. പക്ഷെ ആ പദങ്ങൾക്കിടയിൽ നാളിതുവരെ സ്ഥാനം പിടിക്കാത്ത പുതിയ ഒരു പദമായി സക്കാത്ത് കൂടി ഉയർന്നു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരം ഞാനും നിങ്ങളുമൊക്കെ 7ാമത്തെ വയസ്സ് മുതൽ ശീലിച്ച് നമസ്കരിച്ച് തുടർന്ന് പോകുന്ന ഒരു സാധനമാണ്. അതിന്റെ മർമ്മവും അതിന്റെ ധർമ്മവും അതിന്റെ കർമ്മവും നമുക്കറിയാം. വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനവും ഞാനും നിങ്ങളുമൊക്കെ ചെറുപ്പം മുതലേ ശീലിച്ചു പോകുന്നു. പരിശുദ്ധമായ ഹജ്ജ് എല്ലാവരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി ശാരീരികമായും സാമ്പത്തികമായും ശേഷിയുള്ള, എന്നെല്ലാം പഴയകാല മദ്രസാ ശൈലിയിൽ പറഞ്ഞാൽ കടിയാലും മുതലാലും വഴിയാലും ശേഷിയുള്ളവർക്ക് മാത്രം ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാകുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ബാഹ്യമായി മനസ്സിലാക്കിയാൽ മതി. ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കട്ടെ, അവരതിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളവരാണല്ലോ എന്ന ഒരു മാറ്റിവെക്കൽ ആ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മദ്രസകളിൽ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന വിദ്യാർത്ഥി 40 ആടുകളുള്ള മനുഷ്യൻ ഇത്ര ആടുകളെ സക്കാത്ത് കൊടുക്കണം, 120 ആടുകളുള്ള മനുഷ്യൻ ഇത്ര ആടുകളെ സക്കാത്ത് കൊടുക്കണം, ഇത്ര ഒട്ടകമുള്ളവൻ ഇത്ര ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കണം, ആ ഒട്ടകത്തിന്റെ പ്രായം ഇന്നതായിരിക്കണം, ഇത്ര വെള്ളിയുണ്ടെങ്കിൽ ഇത്ര സക്കാത്ത് കൊടുക്കണം, ഇത്ര സ്വർണ്ണമുണ്ടെങ്കിൽ ഇത്ര സക്കാത്ത് കൊടുക്കണം. അതിന്റെ നിസ്സാബ്, അതിന്റെ അളവ് തികയുന്നത് എങ്ങനെയാണ്?
ഇങ്ങനെ കുറെ പാഠങ്ങൾ ചെറുപ്പത്തിലെ മദ്രസകളിൽ നിന്ന് നമ്മുടെ മക്കൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുണ്ട്. ഇതിനൊരു ദൗർഭാഗ്യകരമായ വശം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളും അധ്യാപകരാണ്, നമ്മൾ പഠിച്ചവരാണ്, വിദ്യാർത്ഥികാലം കഴിഞ്ഞു വന്നവരാണ്. ഇതിനൊരു ദൗർഭാഗ്യ വശം പലപ്പോഴും സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ മദ്രസയിൽ പഠിച്ച് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അതിന്റെ പാഠങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പ്രായോഗികമായി ഒരു കുട്ടി സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്ന, അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുമാനം കടന്നു വന്നു തുടങ്ങിയാൽ ആ വരുമാനം എത്ര എത്തിയാൽ എത്ര ശതമാനം അള്ളാഹുവിന് നൽകേണ്ടതുണ്ട്, ആ പ്രായോഗികമായ പരിജ്ഞാനത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജ്ഞാനം നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്, പ്രായോഗികമായ ഒരു വിജ്ഞാനം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ 27 സ്ഥലങ്ങളിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞിടത്ത് തന്നെ നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത്. അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് 27 സ്ഥലങ്ങളിൽ പറയുമ്പോൾ ആ 27 സ്ഥലങ്ങളിൽ നിങ്ങൾ സക്കാത്ത് നൽകുക എന്ന പദം കൂടി വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. അതിലധികം സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടി മുറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതാണ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. അതിന് മറ്റൊരു സാമൂഹിക കാഴ്ചപ്പാടിൽ വിശദീകരിക്കാവുന്ന ഒരു തലമുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും പൂർത്തീകരിക്കുക. സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട, സഹജീവികളുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ മാതാപിതാക്കളും ഇണകളും സഹോദരങ്ങളും മക്കളും കുടുംബാദികളും ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുക. അതായത് ഒരു സാമൂഹികമായ സങ്കല്പമാണ്, കാഴ്ചപ്പാട്. പക്ഷെ നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ നമസ്കാരവും സക്കാത്തും തമ്മിൽ രണ്ടും രണ്ടായി കാണാൻ പഠിച്ചത്? സക്കാത്ത് നിർബന്ധമാണ്. നിർബന്ധമായ ഒരു സംഗതിയെ കുറിച്ചാണ് സക്കാത്ത് എന്ന് പറയുന്നത്. 5 നേരത്തെ നമസ്കാരം പോലെ നിർബന്ധമാകുന്ന ഒന്ന്. പക്ഷെ അത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ, തന്റെ കീഴിലുള്ള മുഴുവൻ പേരുടെയും എന്ന് പറഞ്ഞാൽ തന്റെയും തന്റെ മാതാപിതാക്കൾ, താൻ ചെലവിന് കൊടുക്കുന്നവരാണെങ്കിൽ തന്റെ മാതാപിതാക്കളുടെയും തന്റെ ഇണകളുടെയും മക്കളുടെയും അവരുടെ ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ ഒക്കെയും ഭംഗിയായി പൂർത്തീകരിച്ചതിന് ശേഷം, അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെയും ഭംഗിയായി പൂർത്തീകരിച്ചതിന് ശേഷം മിച്ചമുള്ളതിന്റെ അത് ഇത്ര പരിധിയിലെത്തിക്കഴിഞ്ഞാൽ അതിന്റെ 2.5% നിങ്ങൾ കൊടുക്കും. 2.5%. 1,00,000 രൂപ ഉണ്ടെങ്കിൽ 2,500 രൂപ. 2.5% എന്ന് പറയുമ്പോൾ ബാക്കി 97.5 നിങ്ങൾ വെച്ചോളൂ. എന്താണ് ആ പറയുന്നതിന്റെ റബ്ബ് നൽകുന്ന വിശാലത? നിങ്ങളോട് ഒരുപാടൊന്നും ചോദിച്ചില്ലല്ലോ. നിർബന്ധമായ ഒരു മനുഷ്യൻ ചിലവഴിക്കേണ്ടത് അവരുടെ സമ്പത്ത് നിർമ്മിത പരിധിയിലെത്തിയാൽ എല്ലാ ചെലവും കഴിച്ചിട്ട് മതി. 2.5% നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കണം. ആ 2.5% കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ 2 ആയത്തുകൾ ചേർത്ത് വെക്കുന്ന ഒരു ഭാഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ, നിങ്ങളുടെ ആരാധനക്കർഹൻ ഇലാഹും വാഹിദ്, ഏകനായ അല്ലാഹുവാണ്.
നിങ്ങളുടെ മനസ്സ് സമ്പത്ത് വിനിയോഗിക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടുണ്ട്. ഞാനിപ്പോൾ ഇത് വിനിയോഗിച്ചാൽ എന്റെ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നിടത്ത് എനിക്ക് കുറവ് സംഭവിച്ചേക്കുമോ, എന്റെ മക്കളുടെ കാര്യത്തിലോ എന്റെ ഇണകളുടെ കാര്യത്തിലോ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിലോ വിനിയോഗിക്കേണ്ട കാര്യത്തിൽ എനിക്ക് ഒരു കുറവും സംഭവിക്കാനില്ല. കാരണം ബാക്കിയുള്ളതിൽ നിന്നാണ് റബ്ബ് ചോദിച്ചത്. അതല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, നിങ്ങളെ ഇബ്ലീസ് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്ത്? ദാരിദ്ര്യം കൊണ്ട്, ഫഖറ് കൊണ്ട്, ഞെരുക്കം കൊണ്ട്, അല്ലെങ്കിൽ അത് തികയോ, ഇന്നതിന് പറ്റുമോ, ഇങ്ങനെ നിങ്ങളെ നിരന്തരം പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്മാറാനുള്ള വഴികളിങ്ങനെ തുറന്നിട്ട് തരും ഇബ്ലീസ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹാണ്. ഫസ്തഖീമു ഇലൈഹി. ആ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം. ആ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചാഞ്ചാട്ടം, നിങ്ങൾക്ക് പ്രാബല്യം, നിങ്ങളുടെ മനസ്സിന്റെ കുതറിയോട്ടങ്ങൾ ആ റബ്ബിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സമ്പത്താണ് വിഷയം. ഉണ്ടാവാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ചിലവഴിക്കുന്നിടത്തും സമ്പാദിക്കുന്നിടത്തും നേടിയെടുക്കുന്നിടത്തും ഒക്കെ പലതും സംഭവിച്ചേക്കാം, അറിഞ്ഞും അറിയാതെയും ഒക്കെ. പലരുടെയും മുതൽ നമ്മുടെ വന്ന് ചേരാം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വസ്തു നിങ്ങൾ അതിനോട് പാപമോചനം തേടണം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം. വൈകല്യം മുശ്രിക്കുകയും, മുശ്രിക്കീങ്ങൾക്ക് നാശമാണ് കേട്ടോ, മുശ്രിക്കീങ്ങൾക്ക് നാശം. അവിടെ ആരാ ഈ ശിർക്ക് ചെയ്തത്? ആരാണ് അല്ലാഹുവിൽ പങ്കുചേർത്തത്? കുറെ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ച് ആരാധിച്ചവനെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലാഹുവല്ലാത്ത ദൈവങ്ങളുടെ സമക്ഷം ആരാധനകളും നേർച്ചകളും പൂജകളും വഴിപാടുകളും ദിക്റുകളും ദുആകളും ഒക്കെ കൊണ്ടുപോയി സമർപ്പിച്ച ഒരു മുശ്രിക്കിനെ കുറിച്ചല്ല. ഏത് മുശ്രിക്കിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്, സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്ക്. സക്കാത്ത് ആർക്കാണ് നിർബന്ധം? മുസ്ലിമിനാണ്. അല്ലാഹുവിന് മാത്രം നിലനിൽക്കുന്നതിന് നിർബന്ധമാകുന്ന ഒരു ബാധ്യതയാണ് സക്കാത്ത്. ആ സക്കാത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു പറയാണ്, വൈലുൽ മുശ്രിക്കീന അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത്. സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കിന് നാശം. അപ്പോൾ ഇവൻ ആരാധിച്ചത് ആരെയാണ്? അപ്പോൾ ഇവൻ അല്ലാഹുവിന് പകരം പങ്കാളിയാക്കിയത് ആരെയാണ്? അവൻ സമ്പത്തിനെ പങ്കാളിയാക്കി എന്നുള്ളതാണ്. അവന്റെ സമ്പത്തിനോട് അമിതമായ സ്നേഹത്തെ അവൻ അല്ലാഹുവിൽ പങ്കുചേർത്തു എന്നുള്ളതാണ്. ആ സമ്പത്ത് കുറഞ്ഞു പോകുന്നു എന്നുള്ള പേടികൊണ്ട് തന്റെ മനസ്സിന്റെ സങ്കുചിത കാഴ്ചപ്പാടുകൾ അല്ലാഹുവിൽ പങ്കുചേർത്തു എന്നുള്ളതാണ്. ഇനി അല്ലാഹുവിൽ പങ്കുചേർത്ത മുശ്രിക്കേ എന്ന് വിളിച്ചിട്ട് അല്ലാഹു നിർത്തിയിട്ടില്ല. അതുകൂടി ആ കുറ്റത്തിന്റെ ഏറ്റവും ഗൗരവപ്പെട്ട തലമായി തിരിച്ചറിയണം. അല്ലാഹു മാർഗത്തിൽ കൊടുക്കാത്ത, അല്ലാഹു നിർബന്ധമായി കൊടുക്കണമെന്ന് പറഞ്ഞ ഈ 2.5% കൊടുക്കാത്തവനെ കുറിച്ച് മുശ്രിക്ക് എന്ന് വിളിച്ച് അല്ലാഹു ആ ഒരൊറ്റ വർത്തമാനത്തിൽ നിർത്തുന്നതിന് പകരം വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവര് പരലോകത്ത് പക്കാ നിഷേധികളാണ്, കാഫിരീങ്ങളാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവനാരാ? ഞാൻ പറയുന്നതല്ല, ഇത് വിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 6-ാമത്തെയും 7-ാമത്തെയും സൂക്തം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആരെങ്കിലും സക്കാത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നിടത്ത് കൊടുക്കാൻ കഴിയാത്ത വിധം മനസ്സ് സങ്കുചിതമായി പോയിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഫുസ്സിലത്തൊന്നും പോയി വായിക്കണം. 6-ാമത്തെയും 7-ാമത്തെയും ആയതാണ്. എന്നിട്ട് ആ ആയത്തിലേക്ക് നോക്കിയിട്ട് നമ്മളോടൊന്ന് ചോദിക്കണം, പറ്റുമെങ്കിൽ കണ്ണാടി മുമ്പിൽ നിന്നും ചോദിച്ചോ, എന്നോടാണോ ഈ പറയുന്നത്? എന്നെയാണ് എന്റെ റബ്ബ് മുശ്രിക്കെന്ന് വിളിച്ചത്? എന്നെയാണ് എന്റെ റബ്ബ് കാഫിർ എന്ന് വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നെട്ടോട്ടമോടിയ ഈ സമ്പാദ്യങ്ങളൊക്കെ കരുതി വെച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്കുണ്ടായത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയില് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. പ്രവാചകരെ ഒരു കഥ അവരോട് പറഞ്ഞു കൊടുക്കണം. ആ കഥ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന് നല്ല തോട്ടമുണ്ടായിരുന്നു. നല്ല ഒരു തോട്ടം, ഈത്തപ്പനത്തോട്ടം. ആ ഈത്തപ്പനത്തോട്ടത്തിൽ മുന്തിരി വള്ളികൾ വിളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഈത്തപ്പന മരത്തിന്റെയും
മുന്തിരിവള്ളികളുടെയും ഇടയിലൂടെ അതിനാവശ്യമുള്ള വെള്ളം പകർന്നു കൊടുക്കാവുന്ന നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ തന്നെ വിശുദ്ധ ഖുർആൻ പറയാം. നല്ല ഈത്തപ്പനത്തോട്ടത്തിൽ മുന്തിരിക്കുലകളുള്ള അതിനിടയിലൂടെ നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു തോട്ടമുണ്ട്. പക്ഷേ ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അങ്ങേയറ്റം വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങേയറ്റം വാർദ്ധക്യത്തിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ മക്കളാണെങ്കിൽ ദുർബലരാണല്ലോ. അദ്ദേഹത്തിന്റെ മക്കൾ ദുർബലരാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശിയിരിക്കുന്നു, ഒരു തൂഫാൻ അടിച്ചു വീശിയിരിക്കുന്നു. ആ തൂഫാനിൽ തീയുണ്ടായിരുന്നു. അതിൽ തീയുണ്ടായിരുന്നു. ആ കൊടുങ്കാറ്റും തീക്കാറ്റും ബാധിച്ച് എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയപ്പോ, കത്തിക്കരിഞ്ഞ് വെണ്ണീറായി പോയപ്പോ, ആ വാർദ്ധക്യത്തിലേക്ക് എത്തിയ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും തന്റെ ദുർബലരായ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച സമ്പാദ്യങ്ങളെല്ലാം ഒരു പിടി ചാരമായി കിടക്കുന്നു. നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തും കഴിഞ്ഞ കുത്തുബയിലൊക്കെ സൂചിപ്പിച്ചല്ലോ, തീക്കാറ്റ് ബാധിച്ചിങ്ങനെ കത്തിയമർന്നു പോയ നാടുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഈ മനുഷ്യൻ എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അയാൾക്ക് ഇനിയൊരു പുതിയ തോട്ടമുണ്ടാക്കാനുള്ള ആരോഗ്യമില്ല. തന്റെ മക്കൾക്ക് വേണ്ടി അയാൾ കരുതി വെച്ചതാണ്. പക്ഷെ അതൊക്കെ ഒരു സുപ്രഭാതത്തിലങ്ങൾ പോയി. നമ്മളിന്ന് എവിടെ തീക്കാറ്റ്, നമ്മുടെ നാട്ടിലെ തീക്കാറ്റ് വരുമോ? നമുക്ക് അതിന് തോട്ടമില്ലല്ലോ, പേടിയില്ല. പക്ഷെ നമ്മൾ പേടിക്കണം, ആശുപത്രി വരാന്തകളെ നമ്മൾ പേടിക്കണം. അല്ല, വർഷങ്ങളോളം അധ്വാനിച്ച് 40 45 വർഷം അടുത്ത് അധ്വാനിച്ച് വലിയ ബാങ്ക് ബാലൻസും സമ്പാദ്യവും കെട്ടിടവും വാടകയും വരുമാനവും ബിസിനസ്സും എല്ലാമായിട്ട് അവസാനം ആശുപത്രി വരാന്തയിൽ വേദനയ്ക്കൊരു ശമനം കിട്ടുമെന്ന് കണക്കാക്കിയിട്ട് ലക്ഷങ്ങൾ കുടിക്കേണ്ടി വരുന്ന, എല്ലാം മാറ്റി വെക്കേണ്ടി വരുന്ന ആളുകളിൽ, എല്ലാം വിറ്റൊഴിവാക്കി കടബാധിതരായി പോയ ആളുകളില്ലേ? നേരത്തെ അനുഭവപ്പെട്ട് പലകളിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഈ ഉദാഹരണങ്ങൾ അങ്ങനെയാണ് ചൂണ്ടിയത്. തീക്കാറ്റ് ബാധിച്ച തോട്ടത്തെ പറയുമ്പോ നമ്മൾ ആശുപത്രി വരാന്തകളിൽ പണമുണ്ട് എന്നതുകൊണ്ട് നല്ല ഇസ്തിരിയിട്ട് ആശുപത്രി വരാന്തകളിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ എണ്ണിക്കൊടുക്കുന്നതൊക്കെ എത്രയെത്ര നാളുകളിലെ വിയർപ്പും അധ്വാനവും പരിശ്രമവും പ്രതീക്ഷയും സ്വപ്നവും പ്രാർത്ഥനയുമായിരുന്നു. നോക്കൂ, ഇത് വെറുതെ കിട്ടിയതല്ലല്ലോ ഒരു സുപ്രഭാതത്തിൽ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ വീട്ടുമുറ്റത്ത് നിന്ന മരത്തിൽ നിന്ന് താഴെ വീട് കിട്ടിയ സമ്പാദ്യമല്ല ഇതൊന്നും. ഒരാഴ്ചക്കാലം മുഴുവൻ ചെലവഴിച്ചതാണ്. പക്ഷെ ആ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സാമ്പത്തിക മേഖലയിലെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു തൗഹീദ്, അതിനെയാണ് സക്കാത്ത് എന്ന് പറയുക. സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതിന്റെ അടിസ്ഥാന പദം അങ്ങനെയാണ്. സമ്പത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. എന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട സമ്പത്തിൽ ഒരുപാട് മനുഷ്യരുടെ അവകാശങ്ങൾ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖാലിഖിന് വേണ്ട, മഖ്ലൂക്കിനാണ് വേണ്ടത്. നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാരെ നിങ്ങൾ സഹായിക്കുന്നൊന്നുമില്ല. ഭാര്യയുടെ വാപ്പ അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മ ആശുപത്രിയിലായി, ബില്ലടക്കാൻ പണമില്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ, എന്തായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയെ അല്ലെങ്കിൽ വാപ്പയെ പണം കൊടുത്ത് സഹായിക്കുന്നു. ആ പണം കൊടുത്തതിന് ഒരു ചില്ലിക്കാശ് നിങ്ങളുടെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല, ഭാര്യയുടെ വീട്ടുകാർക്കാണ് കൊടുത്തത്. പക്ഷെ ആ ചിലവഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം നിങ്ങളുടെ ഭാര്യയോടുള്ള സ്നേഹമായിരുന്നു. ആ ചിലവഴിച്ചതിലൂടെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള ഒരു ബന്ധം എത്രമാത്രം ദൃഢം വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെയാണ് മഖ്ലൂക്കുകൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ജീവിതം ഇങ്ങനെ കരുപ്പിടിപ്പിക്കുമ്പോൾ, നിങ്ങൾ ആ ചിലവഴിച്ചതിലൂടെ നിങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന അദൃശ്യമായ ഒരു ശക്തിയുടെ വശ്യമായ ഒരു ബന്ധം സംഭവിക്കുന്നുണ്ട്. ആ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരുന്ന നിർഭയത്വം എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? അള്ളാഹുടെ മാർഗത്തിന് കൊടുക്കുന്നത് പേടിയില്ല. അള്ളാഹുടെ മാർഗത്തിൽ കൈയഴിച്ച് കൊടുത്ത ഒരു മനുഷ്യനും ഇന്നുവരെ പേടിച്ചിട്ടില്ല. ആ കൊടുത്തതിന്റെ പേരിൽ കടം മേടിച്ചത് 500 രൂപ കടം മേടിച്ചിട്ട് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ മനുഷ്യൻ
2 മാസമായിട്ട് തന്നില്ലെങ്കിൽ അയാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരും. അയാള് 500 രൂപ വെച്ചിട്ട് തന്നില്ലല്ലോ. അതേ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ 50,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തേടത്ത് വെച്ചത് അത് അള്ളാഹുവിന്റെ മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ നിങ്ങളിൽ ഒരു മനുഷ്യൻ ഒരു ഒട്ടകക്കുട്ടിയെ വളർത്തുന്നത് പോലെ എന്റെ റബ്ബ് എനിക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കും. ഉഹുദ് മലയോളം. ഉഹുദ് മല കണ്ടിട്ടുള്ളവർക്കറിയാം, മദീനയിലെ ഏറ്റവും വലിയ മലയാണ്. സങ്കല്പിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് 8 കിലോമീറ്റർ നീളം. അത്ര 8 കിലോമീറ്റർ നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയിരിക്കും. പക്ഷെ നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറം നിങ്ങൾ വിനിയോഗിച്ചത് റബ്ബ് ഇങ്ങനെ കാത്തുവെക്കും. അതിങ്ങനെ ഉഹുദ് മലയോളം കൊണ്ടുവന്ന് എത്തിച്ചേരുക. നിങ്ങളോട് ഒരുപാട് പറയേണ്ട ഒരു വിഷയമാണ് സക്കാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് വിശുദ്ധ ഖുതുമിൽ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന, സംസ്കരിക്കുന്ന, വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഈ സക്കാത്ത് എന്ന് പറയുന്നത്. 2 ലക്ഷ്യമുണ്ട്. ശുദ്ധീകരണവുമുണ്ട്, വളർച്ചയുമുണ്ട്. മറ്റൊരുത്തിന്റെ മുതൽ നമ്മുടെ മേൽ കലർന്നു കിടന്ന അശുദ്ധിയാകേണ്ടതില്ല. അത് ഒരിക്കലും കൊടുക്കാനുള്ളതാണ്. അത് കൊടുക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ, അത് വാങ്ങാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരുപാട് മനുഷ്യർ ഈ ഭൂമിക്ക് മുകളിൽ നടന്നുകൊണ്ടിരിക്കെ അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരു മനുഷ്യൻ കണ്ണടച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കുറിച്ചാണ് സൂറത്തുൽ ഫുസ്സിലത്തിലെ 6-ാമത്തെയും 7-ാമത്തെയും സൂക്തം ഞാൻ ആവർത്തിച്ച് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കിന് നാശമാണ്, ശിർക്ക് ചെയ്യുന്നവന് നാശമാണ്. ഏത് ശിർക്ക്? ആ സമ്പത്തിന്റെ അവകാശമായ സക്കാത്ത് കൊടുക്കാൻ സന്നദ്ധനല്ലാത്ത മുശ്രിക്ക്. അവൻ കാഫിർ കൂടിയാണ്. അല്ലാഹു വിളിച്ച വിളിയാണ്. അല്ലാഹുവാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും ഒരു സലാം അബ്ദുസലാം മിമ്പറിൽ കയറി എന്നിട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് നിങ്ങളൊക്കെ കാഫിറാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. സക്കാത്ത് കൊടുക്കാത്തവനെ തെരഞ്ഞു പിടിച്ചിട്ട് തോന്നി വിളിച്ചിട്ട് അള്ള പറയുന്ന വാക്കാണ് നിങ്ങൾ മുശ്രിക്കാണ്, നിങ്ങൾ കാഫിറാണ്. ആ ചോദ്യം നമ്മളോടാണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. അതൊന്ന് പഠിക്കാം. സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചെന്ന ആ ഒരു ദൗത്യമുണ്ടല്ലോ. 2.5 മതി, ബാക്കി 97 നിങ്ങൾ എടുത്തോ. 2.5% കൊടുക്കുക, ബാക്കി 97% നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കുക, സുഹൃത്തുക്കൾക്ക് കൊടുക്കുക, എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ ഒരു 2.5 കൊടുത്തൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ? അത്രേ അന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. ബാക്കി നിങ്ങളുടെ ഹിതമാണ്. നിങ്ങൾ കൊടുക്കുന്നത് ഉഹുദ് മലയോളം നിങ്ങൾക്ക് വളർത്തുന്നത്. ഒന്നും വെറുതെ അല്ല. ഒരു ധാന്യമണി, ആ ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ, ആ 7 കതിരുകളിലും 100 ധാന്യമണി. അങ്ങനെയാണ് നിങ്ങളിൽ ഒരുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന്റെ ഉദാഹരണമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളൊക്കെ ചിലവഴിച്ചത് കബൂൽ ചെയ്യുകയും ബാക്കിയാക്കിയതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും വർധനവും നൽകി അള്ളാഹുവിന്റെ സംരക്ഷണം നൽകി നമ്മെ കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ.